ഗസയുടെ ഭാവി ഭരണവും വെടിനിർത്തലും സംബന്ധിച്ച് യു.എസ്. ഉന്നതതല സംഘം സൗദിയുമായി ചർച്ച നടത്തും. ഗസക്കാരെ നാടുകടത്താനുള്ള യു.എസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശങ്ങൾ സൗദി ഉൾപ്പെടെ അറബ് രാജ്യങ്ങൾ തള്ളിയിരുന്നു. ഗസയുടെ ഭാവി സംബന്ധിച്ച് അറബ് രാജ്യങ്ങളുടെ നിലപാട് യു.എസ്. സംഘം കേൾക്കും. സൗദിയിലെത്തിയ യു.എസ്. സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാൾസ്, ട്രംപിന്റെ പശ്ചിമേഷ്യൻ ദൂതനും ഇസ്രയേൽ അനുകൂലിയുമായ സ്റ്റീവ് വിറ്റ്കോഫ് എന്നിവരാണ് സൗദി വിദേശകാര്യമന്ത്രി കിരീടാവകാശി എന്നിവരുമായി ചർച്ച നടത്തുന്നത്. ഇസ്രയേലിൽ നിന്നാണ് യു.എസ്. സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ എത്തിയത്. വെടിനിർത്തലിന്റെ അടുത്ത ഘട്ടം നിലവിൽ അനിശ്ചിതാവസ്ഥയിലാണ്. ഇതുൾപ്പെടെ യോഗത്തിൽ ചർച്ചയാകും. ഗസയുടെ ഭാവി സംബന്ധിച്ച ട്രംപിന്റെ പ്രസ്താവനയോട് സങ്കീർണമായിട്ടുണ്ട് യു.എസിന്റെ ഗസ വിഷയത്തിലെ ഇടപെടൽ. ഗസക്കാരെ കുടിയൊഴിപ്പിച്ചുള്ള നീക്കം അറബ് രാഷ്ട്രങ്ങൾ എതിർത്തിരുന്നു. ഇതോടെ ബദൽ പ്ലാൻ സമർപ്പിക്കാനായിരുന്നു യു.എസിന്റെ നിർദ്ദേശം. അറബ് രാജ്യങ്ങളുടെ മേൽനോട്ടത്തിൽ ഗസയുടെ പുനർനിർമ്മാണം ഭരണത്തിന് അന്താരാഷ്ട്ര കമ്മിറ്റി എന്നതാണ് ഈജിപ്തിന്റെ വിഷയത്തിലുള്ള നിർദ്ദേശം. ഇത് യു.എസിന് മുമ്പിൽ സമർപ്പിക്കും. ഇതോടൊപ്പം ഹമാസിനെ ഭരണത്തിൽ നിന്ന് മാറ്റണമെന്നതാണ് യു.എസ്. ഇസ്രയേൽ താൽപര്യം. ഇതിൽ ഭരണ പങ്കാളിത്തം വിട്ടുകൊടുക്കാൻ ഹമാസ് സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. എന്നാൽ സൈനിക സാന്നിധ്യം പൂർണ്ണമായും ഹമാസ് ഇല്ലാതാക്കി ഭരണത്തിൽ നിന്നും ഒഴിയണമെന്നതാണ് ഇസ്രയേലിന്റെ നിർദ്ദേശം. സൗദി ഇസ്രയേൽ ബന്ധം സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഈ യോഗത്തിൽ നടക്കുമോ എന്നതിൽ വ്യക്തതയില്ല. ഗസ യുദ്ധം തീർന്ന് ഇസ്രയേലുമായി ബന്ധം പുനഃസ്ഥാപിക്കാൻ സൗദി ഒരുക്കമാണ്. അതിന് ഫലസ്തീൻ രാഷ്ട്രത്തിലേക്കുള്ള വഴിയൊരുക്കണമെന്ന നിർദ്ദേശം സൗദി ആവർത്തിച്ചിട്ടുണ്ട്. ട്രംപിന്റെ ഗസ വിരുദ്ധ അഭിപ്രായങ്ങൾ അറബ് ലോകത്ത് യു.എസിനും ഇസ്രയേലിനുമെതിരെ ശക്തമായ വികാരമുണ്ടാക്കിയിട്ടുണ്ട്. ഇതിനിടെ ഗസക്കാരെ സൗദിയിലേക്ക് എടുത്തോളൂ എന്ന നെതന്യാഹുവിന്റെ പരാമർശം ഇസ്രയേലിനെയും നെതന്യാഹുവിനെയും പേരെടുത്ത് വിമർശിക്കാനും കാരണമായി. ഈ പശ്ചാത്തലത്തിലെല്ലാമാണ് റിയാദിൽ രഹസ്യവും പരസ്യവുമായ വിവിധ ചർച്ചകൾ പുരോഗമിക്കുന്നത്. അഫ്താബ് റഹ്മാൻ, മീഡിയ 1, റിയാദ്.